വൈകിട്ട് 3 മണിക്കാണ് ചപ്പാത്തി മുട്ട റോസ്റ്റും മീൻ വറുത്തതും കഴിച്ചു കഴിഞ്ഞ് ചായക്കടയിൽ പോയി കുറച്ച് വടയും കുറച്ച് ചിക്കൻ കറിയും മേടിച്ചു. വടയും ചിക്കൻ കറിയും അടിപൊളി കോമ്പിനേഷൻ ആണ്. ബാലൻസ് ഉണ്ടായ ഒരു ചപ്പാത്തിയും ഫ്രിഡ്ജിൽ നിന്ന് കറിയും ചൂടാക്കി കഴിച്ചു. 4:45 കുറച്ച് ചൂട് ചോറും ചിക്കൻ കറിയും കണ്ടപ്പോൾ വെറുതെ വിടാൻ തോന്നി. അത് തീർന്നപ്പോൾ കുറച്ച് ചിപ്സും കഴിച്ച് അങ്ങോട്ട് ഇങ്ങോട്ടും കറങ്ങി നടന്നു. 10 മിനിറ്റ് ഗ്യാപ്പിൽ ഫ്രിഡ്ജിൽ കണ്ട ഐസ്ക്രീം എടുത്തു. നന്നായിട്ട് അലിഞ്ഞ ഐസ്ക്രീം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിച്ച് തീർക്കാൻ പറ്റി. 5 മിനിറ്റ് ആയപ്പോൾ പാഴ്സൽ പറഞ്ഞ മന്തി എത്തി. പിന്നെ അതൊരു പ്ലേറ്റിലാക്കി കുറേശ്ശെ കഴിച്ചു തീർന്നു. മന്തി കഴിച്ച് കിക്ക് മാറാനായിട്ട് ഈ ഒരു ചോക്ലേറ്റും കഴിച്ചു. ശേഷം പാത്രത്തിൽ ഇത്തിരി ചോറും എടുത്ത് കുറച്ച് മീൻകറിയും കുറച്ച് മീൻ വറുത്തതും കുറച്ച് സാലഡും കുറച്ച് അച്ചാറും ഇട്ട് അതങ്ങ് കഴിച്ചു. കുറേശ്ശെ എടുത്തിട്ടുണ്ടായുള്ളൂ കേട്ടോ. പാത്രം കാലിയായപ്പോൾ എന്തോ ഒരു വിഷമം. സമയം 5:30 ആയിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് ബ്രെഡും ജാമും കഴിക്കാന്ന് വിചാരിച്ചു. പിന്നെ പൈനാപ്പിൾ ജാം വെറുതെ കഴിച്ചു. പിന്നെ ഇത്തിരി ചോറും കറികളും പാത്രത്തിലാക്കി ഇത്തിരി നേരം കൊണ്ട് ഞാൻ അങ്ങ് കാലിയായി. 5:45 ആയപ്പോൾ ഞാനൊന്ന് പുറത്തോട്ട് പോയി. ചായ ആയിരുന്നു ലക്ഷ്യം, പക്ഷെ നടന്നില്ല. കേക്കും കടികളും ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായത്. കട്ട്ലേറ്റും ഉഴുന്നുവടയും പഴം നിറച്ചതും ചിക്കൻ പപ്സും ഒക്കെ കണ്ട എങ്ങനെ വെറുതെ വിടാൻ തോന്നുന്നു. കഴിച്ചിറങ്ങുമ്പോൾ അടുത്ത കടയിൽ നിന്ന് നല്ല മണം വരുന്നുണ്ട്. പിന്നെ അവിടെ കയറി ഒരു ചായയുടെ കുടിക്കാന്ന് വിചാരിച്ചു. ആദ്യം പറഞ്ഞത് ബീഫിന്റെ ഡ്രൈ ഫ്രൈ ഐറ്റം ആയിരുന്നു. അതും പൊറോട്ടയിൽ വെച്ച് ചുരുട്ടി ആ പൊറോട്ട കഴിക്കാനുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ. അതൊന്ന് സൈഡായപ്പോ പിന്നെ ചായയും ഒരു കുഞ്ഞു കോഴി വറുത്തതും പറഞ്ഞു. കാടക്കോഴിയാണെങ്കിലും ഗുണമേറെയാണെങ്കിലും ഞാൻ ആ ചായയും കൂട്ടി അതിനെ കഴിച്ച് കാലിയാക്കി. ആദ്യത്തേത് തീർന്നപ്പോൾ ഒരെണ്ണം കൂടെ പറഞ്ഞു. ആയയും കൂട്ടി ഈ ചിക്കന്റെ എന്തെങ്കിലും ഐറ്റം കഴിക്കാൻ അടിപൊളിയാട്ടോ. നല്ല നാരങ്ങ അതിന്റെ പുറത്ത് ഇങ്ങനെ ഇട്ടിച്ച് വീഴ്ത്തണം. അവസാനം പാത്രവും കാലിയൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നെക്സ്റ്റ് കടയിൽ കയറി ശരിക്കും ചായ കുടിക്കും. അവിടെ നിന്ന് ആദ്യം ഉഴുന്നുവടയും ചെറിയ കുഞ്ഞു പരിപ്പോടയും എടുത്തു. തീർന്നപ്പോൾ 2 മുട്ട ബജിയും പരിപ്പോടയും എടുത്തു. അതും തീർന്നപ്പോൾ ഉഴുന്നുവടയും പരിപ്പോടയും മുട്ട ബജിയും എടുത്തു. പിന്നെ നല്ല ചൂട് കട്ടനും അതിന്റെ കൂടെയുള്ള ആ ചട്നിയും. ഇപ്പൊ സമയം 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടിക്ക് പോകാൻ. ഫ്രണ്ടിന്റെ പെങ്ങടെ കല്യാണമാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ള ധൃതി കൊണ്ട് ഇത് വേഗം തന്നെ കഴിച്ച് കാലിയാക്കി. അത് കഴിച്ച് തിരിയുമ്പോൾ അവിടെ തന്നെ കണ്ട കപ്പ ബിരിയാണി എനിക്ക് കഴിക്കാണ്ട് പോവാൻ തോന്നിയില്ല. പിന്നെ അവിടെ നിന്ന് ഒരു പ്ലേറ്റ് കപ്പ ബിരിയാണിയും പറഞ്ഞു. 7 മണി ആവണേന്ന് നോക്കി സമയം നോക്കി നിന്ന് അത് തിന്ന് തീർന്നു. വീട്ടിൽ പോയി വേഗം റെഡിയായി. കയ്യിലൊരു സ്പ്രൈറ്റും പിടിച്ച് ഞാൻ നേരെ കല്യാണത്തിന് പോയി. ഒന്ന് വഴിക്ക് ഒരു ബേക്കറിയിലെ ചില്ലുകൂട്ടിൽ കുറച്ച് ജിലേബി കണ്ടപ്പോൾ അതിൽ നിന്ന് 2 എണ്ണം മേടിച്ച് കഴിച്ചു. അങ്ങനെ കല്യാണ വീടെത്തി. അവിടുന്ന് സ്റ്റാർട്ടറായിട്ട് ഞാൻ ഒരു ജ്യൂസ് കുടിച്ചു. ഷമാമിന്റെ ജ്യൂസ് ആയിരുന്നു. കല്യാണ വീട്ടിൽ ഇതൊക്കെ ആരെങ്കിലും ഒക്കെ കഴിച്ചു തീർത്തില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിഷമമായാലോ എന്ന് വിചാരിച്ചു ആദ്യത്തെ ജ്യൂസ് പെട്ടെന്ന് തന്നെ കുടിച്ചു തീർത്തു. അപ്പോഴേക്കും എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് വന്നു. അവരോട് ഇത്തിരി നേരം വർത്താനം പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ പൈനാപ്പിൾ ജ്യൂസ് അതും ഒരെണ്ണം എടുത്തു. പിന്നെ മര്യാദയ്ക്ക് ഒരു ജ്യൂസ് കുടിക്കാൻ എൻ്റെ കൂട്ടുകാരെ സമ്മതിക്കുന്നില്ല എന്നുള്ള വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. ഫുഡ് കഴിക്കുമ്പോൾ ആരെങ്കിലും ഒക്കെ അടുത്തിരുന്ന് വർത്താനം പറയുന്നത് എനിക്കൊരു ഡിസ്റ്റർബൻസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാലും സാരമില്ല, വല്ലപ്പോഴും കാണുമ്പോൾ പറയുന്ന വർത്താനമല്ലേ, ഇത്തിരി നേരം കേൾക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇത്തിരി നേരം അങ്ങനെ നിന്ന് കേട്ടു. പിന്നെ എൻ്റെ ഫ്രണ്ടായിട്ട് അവിടെ കൂടെ ഇങ്ങനെ തേരാപ്പാര നടന്നു. ഇതെൻ്റെ സ്വന്തം കൂട്ടുകാരി. എല്ലാവരോടും വർത്താനം പറഞ്ഞ ക്ഷീണം മാറ്റാൻ ഒരു തണ്ണിമത്തൻ ജ്യൂസ് കൂടെ എടുത്ത് കുടിച്ചു. നിനക്കിതൊന്നും മതിയാക്കി കൂടെ എന്ന് ചോദിച്ചവരോട് പറയാൻ ഉത്തരം ഉണ്ടായില്ല. അതും കുടിച്ച് ഇത്തിരി നേരം അവിടെ കറങ്ങി നടന്നതിന് ശേഷം പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ. അതിനിടയ്ക്ക് കല്യാണ പെണ്ണിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായി. നെയ്ച്ചോറും ബീഫ് കറിയും ഒക്കെ ആയിരുന്നു. കല്യാണ വീട്ടിലെ നെയ്ച്ചോറും ബീഫ് കറിക്കും എന്താ ഇത്ര പ്രത്യേക ടേസ്റ്റ്? അത് ഞാൻ ഇപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ കല്യാണ വീട്ടിലെ ബിരിയാണിക്കും അല്ലെങ്കിൽ നെയ്ച്ചോറിനും ചിക്കൻ കറിക്കും അല്ലെങ്കിൽ ബീഫ് കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലേ. പക്ഷെ അതിനെപ്പറ്റി ആലോചിച്ച് സമയം തീർക്കാനില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങ് ആസ്വദിച്ച് കഴിച്ചു. പയ്യെ തിന്ന പനയും തിന്നാന്ന് ആരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ പയ്യെ വളരെ മെല്ലെ വളരെയധികം ആസ്വദിച്ചാണ് ആ ഫുഡ് കഴിച്ച് തീർത്തിട്ടുണ്ടായത്. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നെയ്ച്ചോറും ബീഫ് കറിയൊക്കെ കാലേ. എന്നാൽ പിന്നെ അടുത്തിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടാണല്ലോ. അവർക്ക് വിരോധം ഇല്ലെങ്കിൽ അവരുടെ പാത്രത്തിൽ നിന്ന് കുറച്ച് കൈയിട്ട് വരാൻ എനിക്ക് മടിയുണ്ടായില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അവരങ്ങ് സഹിച്ചോട്ടല്ലേ. വിശപ്പിൻ്റെ വില അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നി. എൻ്റെ ദാരിദ്ര്യം കണ്ട് ആ ചേട്ടൻ എനിക്ക് കുറച്ച് ബീഫ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായി. അവസാനം അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ഒരു തണ്ണിമട്ടൻ ജ്യൂസ് കുടിച്ചു. ഇത് കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട് വിചാരിക്കുന്നുണ്ടാവും ആ കല്യാണ വീട്ടിൽ ഉണ്ടാക്കി വെച്ച ജ്യൂസ് ഫുള്ള് ഞാൻ അതിർത്ത്. എല്ലാവരോടും യാത്ര പറഞ്ഞ് പോരുന്ന നേരം അവസാനമായിട്ട് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസ് കൂടെ ഞാൻ കുടിച്ചിട്ടുണ്ടായിട്ടോ. കാണുന്നവർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നും, പക്ഷേ സീരിയസ്ലി ഞാൻ ശരിക്കും ആ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായി. കണ്ടു നിന്നവർ അതിന് സാക്ഷിയായിരുന്നു എന്ന് മാത്രം. സമയം ഒരു 9 മണി കഴിഞ്ഞിട്ടുണ്ട്. നേരെ പോയി വീട്ടിലേക്ക്. അവിടെ ഇത്തിരി നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ വിശക്കാൻ തുടങ്ങി. 9-9:30 ആയപ്പോൾ ബർഗർ കഴിക്കാൻ പോയി. ആ സമയത്ത് അവിടെ ബർഗർ ഉണ്ടായത് കൊണ്ട് എനിക്ക് വലിയ സന്തോഷം തോന്നി കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ആ ക്രേവിങ്സിന് പറ്റിയ സാധനം നമുക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം ഒന്നും നോക്കിയില്ല. പിന്നെ ബർഗറിലേക്കായിരുന്നു എൻ്റെ അറ്റാക്ക്. ബർഗർ കഴിച്ച് തീർന്ന ശേഷം ഇനി എന്തെന്ന് ആലോചിച്ചപ്പോൾ അവരെനിക്കൊരു ലൈം കൊണ്ടു തന്നു. അതും കുടിച്ചിരിക്കുമ്പോഴത്തേക്കും അടുത്ത് പറഞ്ഞ ബ്രോസ്റ്റഡ് റെഡി ആയിട്ടുണ്ടായി. പിന്നെ ഫ്രഷായിട്ട് വന്ന നല്ല ചൂടുള്ള ബ്രോസ്റ്റഡിൻ്റെ ചിക്കൻ പീസ് ഞാൻ കുറേശ്ശെ കഴിച്ചു തീർത്തു. സമയം ഏറെ വൈകിട്ടില്ല, എന്നാൽ ഒരു 10 മണി ആയിട്ടുണ്ട്. പോരുന്ന വഴിക്ക് കണ്ട തട്ടുകടയിൽ കയറി 6 പൊറോട്ടയും കുറച്ച് ബീഫും പിന്നെ കുറച്ച് ഗ്രേവിയും പറഞ്ഞു. അവസാനം എൻ്റെ ഫ്രണ്ടിൽ ബീഫും ചിക്കനും ഗ്രേവിയും ഒക്കെ എത്തിയപ്പോൾ ഞാനത് കുറേശ്ശെ കഴിച്ച് തീർത്തു കേട്ടോ, പൊറോട്ടയും കൂട്ടി. അങ്ങനെ എല്ലാം കഴിച്ച് അവസാനം പ്ലേറ്റും കാലിയാക്കി അവിടുത്തെ ബില്ലും കൊടുത്ത് 11 മണിക്ക് വീട്ടിലേക്ക് പോകും.